അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ചന്തിരൂരിൽ നിർമ്മാണത്തിനിടെ 2 ഗഡറുകൾ താഴേക്ക് വീഴുകയായിരുന്നു. 2:30 മണിക്കാണ് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് അത് കണ്ടത്. വന്നപ്പോൾ വണ്ടിക്കകത്ത് ഒരാളുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് ചെറിയൊരു അനക്കം, കൈയൊക്കെ അനക്കനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നോക്കിക്കാനേ പറ്റുന്നുള്ളൂ. ഗർഡർ വണ്ടിയുടെ മേളിൽ ഇരിക്കുകയാണല്ലോ. അപ്പം അത് പിന്നെ അതിനുശേഷം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് പോലീസും ഫയർഫോഴ്സും എല്ലാവരും എത്തി. പക്ഷേ ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ ആ സമയത്ത് രാത്രിയിൽ എന്തായാലും ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ടായില്ല. വണ്ടികളൊക്കെ പോരുന്നുണ്ട്. ഞാനും ഓഫീസിൽ പോയിട്ട് വന്നപ്പോഴും വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് ആ സമയത്തിന് സ്കിപ്പായി വീഴാൻ വഴിയുള്ളതെന്നാണ് തോന്നണം കണ്ടിട്ട്. അപകടത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് അരൂർ MLA ദലീമ പറഞ്ഞു. കരാറുകാരൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളൊരു കരാറുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ ജാക്കി തെന്നി മാറി എന്നുള്ള ഒരു സൈഡിലത്, ബാക്കിയെല്ലാം കൃത്യമായിട്ട് അവർ ഉറപ്പിച്ചു. ഒരു സൈഡിൽ ജാക്കി തെന്നി മാറിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. കാരണം കയറ്റി കഴിയുമ്പോൾ പിന്നെ വാഹനവും കടത്തി വിടണമല്ലോ. പക്ഷെ അതിനു മുന്നേ വാഹനം കടന്നു വന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിപ്പോൾ അവർ പറയുന്നത് ജാക്കി തെന്നി മാറി എന്നുള്ളതാണ്. അതിനെ കൃത്യമായിട്ട് പരിശോധിക്കും. ഗഡർ കയറ്റുന്ന സമയത്ത് ഒരിക്കലും വാഹനം കടത്തി വിട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. കാരണം എല്ലാ വാഹനവും അവിടെ ഇവിടെയും തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ ഗഡർ കയറ്റി കഴിഞ്ഞ് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷമേ സാധാരണ വാഹനം കടന്നു പോവാറുള്ളൂ. പിന്നെ അതിനൊരു രാത്രി എന്താ സംഭവിച്ചോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. ക്രെയിൻ എത്തിച്ച് ഗഡർ ഉയർത്തിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ആലപ്പുഴ എറണാകുളം റൂട്ടിലെ വാഹനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചു വിടുകയാണ്. അപകട സ്ഥലത്ത് നിന്ന് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരും. അതുപോലെ ആൻമരിയ സണ്ണിയും ചേരുന്നുണ്ട്. ആദ്യം അശ്വിൻ പാലാഴി, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. അശ്വിൻ, യഥാർത്ഥത്തിൽ ഈ അപകടത്തിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ എത്ര മണിക്കായിരുന്നു ഈ അപകടം ഉണ്ടായത്? എസ് ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് നാട്ടുകാർ വലിയ ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന വീടുകളിൽ നിന്നൊക്കെ ആളുകൾ എത്തി നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച ഇതുപോലെ 2 ഗർഡറുകൾ റോഡിലേക്ക് വീണ് കിടക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ ഒരു നിമിഷം, ഇപ്പോൾ ആലപ്പുഴ MP KC വേണുഗോപാൽ സംസാരിക്കുന്നു തത്സമയം. ഇത്തരമൊരു അപകടം ഏത് സമയത്തും ഉണ്ടാകുമെന്നുള്ള പേടിയിലായിരുന്നു നമ്മളെല്ലാവരും. കാരണം ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗർഡർ തകർന്നു വീണ് ഭാഗ്യത്തിന് ആർക്കും പരിക്ക് പറ്റാത്ത അന്തരീക്ഷം ഉണ്ടായി. എന്തുകൊണ്ട് അവിടെ അന്നേരം ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതുണ്ടാകുമെന്നുള്ളത് പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തതാണ്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഒരു 4 തവണയെങ്കിലും ഞാൻ ഇത് സംബന്ധിച്ച് കത്തെഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ കലക്ടറേറ്റിൽ നിരവധി തവണ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഈ അരൂർ തുറവൂർ പാതയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടലുണ്ടാകണം എന്നാവശ്യപ്പെട്ടിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദേശീയപാത നിർമ്മാണം കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നത് കൃത്യമായ രീതിയിൽ സർവീസ് റോഡുകൾ പൂർത്തിയാക്കാതെയാണ്. 40-ലധികം പേരുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 40-ലധികം പേരുകളാണ് ഈ അരൂർ തുറവൂർ പാതയിൽ മാത്രം സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നത്. മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഈ സമീപനം മാറ്റണം, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല പ്രാവശ്യം കേന്ദ്രമന്ത്രിക്ക്, ദേശീയപാത അതോറിറ്റിക്ക് ഒക്കെ MP എന്ന നിലയിൽ നേരിട്ട് നിവേദനം കൊടുത്തതാണ്. അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഈ മീറ്റിംഗ് എറണാകുളത്ത് കൂടിയപ്പോൾ അവിടെ നേരിട്ട് പോയി പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഈ ഗഡർ പോലെയുള്ള ഇത്രയും ഭാരക്കൂടുതലുള്ള നിർമ്മാണം മുകളിൽ നടക്കുമ്പോൾ താഴെയുടെ ഗതാഗതം വ്യക്തമായി നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൈൻ ബോർഡ് ഇത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടില്ല, പല പ്രാവശ്യം ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്താണ് ഇവരുടെ പ്രയോറിറ്റി എന്ന് തന്നെ അറിയില്ല. സർവീസ് റോഡുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും കുറ്റക്കാരാണ്. NHAIയിൽ നിന്നും 8 കോടി രൂപയോളം കൊടുത്തിട്ടും അത് ഒരു വർഷക്കാലമായിട്ട് സർക്കാർ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. ആ സർവീസ് റോഡുകൾ, 2 ഭാഗത്തേക്കുള്ള സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയെടുത്താൽ ഒരു പരിധിവരെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും. ഇതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇനിയും എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ മരണങ്ങളോ അപകടം ഉണ്ടായി ചർച്ച ചെയ്യും. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുണ്ടാകണം, അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം. ഇത് അങ്ങേയറ്റം സത്യത്തിലൊരു കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ ഓരോ ദിവസവും മനുഷ്യജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യവും പറഞ്ഞു, ഈ കാര്യം ഇപ്പോഴും കേന്ദ്ര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തും. അരൂരിലുണ്ടായ അപകടത്തെക്കുറിച്ച് KC വേണുഗോപാൽ MP പ്രതികരിക്കുകയായിരുന്നു.
വീണ്ടും അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ. എസ്കൻ, ഇന്ന് പുലർച്ചെ 2:30 ഈ വലിയ ശബ്ദത്തോടുകൂടി 2 ഗർഡറുകൾ താഴേക്ക് പതിക്കുന്നത്. ഉടൻ ഓടിക്കൂടിയ സമീപത്തെ വീടുകളിൽ നിന്നൊക്കെ ഓടിക്കൂടിയ നാട്ടുകാർ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 2 ഗർഡറുകൾ റോഡിന് നടുവിലേക്ക് വീണതാണ്. ആദ്യഘട്ടത്തിൽ വാഹനം ഇതിന് അടിയിലുണ്ട് എന്നുള്ള ചിന്ത പോലും ആളുകൾക്കുണ്ടായിരുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗർഡറിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും നിർമ്മാണം നടക്കുന്ന സമയം ഇതുവഴി വാഹന ഗതാഗതം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ പുലർച്ചെ 4 ഗർഡറുകൾ സ്ഥാപിച്ചിരുന്നു. അതിൽ 5 ഗർഡറുകൾ ആകെ സ്ഥാപിച്ചിരുന്നു. അതിൽ 2 എണ്ണമാണ് ഈ താഴേക്ക് തകർന്നു വീണത്. അത് ഈ നിലവിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയും അതിൻ്റെ അധികൃതരും ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് ഗർഡറുകൾ സ്ഥാപിച്ച ജാക്കി തെന്നി മാറിയാണ് ഈ ഗർഡറുകൾ താഴേക്ക് പതിച്ചത് എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പതിക്കുന്ന സമയത്ത് ഇതുവഴി ഗതാഗതം ഓടിക്കൊണ്ടിരുന്ന ഒരു പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് ഇതിൽ ഒരു ഗർഡർ വീണത്. അത് പള്ളിപ്പാട്, ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ് ചരക്കുമായി ആലപ്പുഴയിലേക്ക് പോയിരുന്ന ഒരു ലോറിയാണ്, പിക്കപ്പ് വാനാണ്. ആ പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർ ക്യാബിൻ, അതിൻ്റെ ഏകദേശം നടുഭാഗത്തേക്കാണ് ഈ ഗർഡർ വീഴുന്നത്. ആ വാഹനം 2ആയി പിളർന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് അതിൻ്റെ ആ അവസ്ഥ മാറിയിരുന്നു. ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. ഈ ക്യാബിനിൽ ഉണ്ടായിരുന്ന രാജേഷിൻ്റെ തലഭാഗത്തേക്കാണ് ഈ ഗർഡർ പതിച്ചത്. ആദ്യഘട്ടത്തിൽ രാജേഷിന് അനക്കമുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുമെല്ലാം പൂർണ്ണമായും നിസ്സഹായരായിരുന്നു. കാരണം യന്ത്രത്തിൻ്റെ അധ്വാനത്തിൽ പോലും എടുത്തു മാറ്റാൻ കഴിയാവുന്ന തരത്തിലുള്ള ഭാരമല്ല ഈ ഗർഡറുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എത്തിയവർക്ക് ഒന്നും ചെയ്യാനായില്ല. അനക്കമുണ്ടായിരുന്നെങ്കിലും രാജേഷിനെ രക്ഷിക്കാനോ ഒരു ഇടപെടൽ നടത്താനോ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തി കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് കൂടുതൽ ക്രെയിനുകളൊക്കെ എത്തിച്ചാണ് ഇത് ഉയർത്തി മാറ്റിയത്. ആ ഉയർത്തി മാറ്റുമ്പോഴേക്കും രാജേഷിൻ്റെ ജീവൻ പൂർണ്ണമായും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൃതദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാബിനുള്ളിൽ പതിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണത് പുറത്തെടുക്കാൻ കഴിഞ്ഞത് എന്നതും നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. എസ്കേൻ, ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ടൺ കണക്കിന് ഭാരം വരുന്നതാണ്. കാരണം ദേശീയപാതയെ താങ്ങി നിർത്തുന്ന ഉയരപ്പാതയെ താങ്ങി നിർത്തുന്ന ഗർഡറുകളാണ്. അത് വലിയ വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ മണിക്കൂറിൽ കടന്നു പോകേണ്ട പാതയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ ബലത്തിൽ ആണ് ഇത് നിർമ്മിക്കുക. അത്രത്തോളം ഭാരവും ഇതിനുണ്ട്. അത്രയും വലിയ ഭാരമാണ് ഒരു മനുഷ്യൻ്റെ ദേഹത്തേക്ക് വീണത് എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ ഭീകരത എത്രത്തോളം എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. എന്തായാലും മണിക്കൂർ 3 പിന്നിട്ട ശേഷം രാജേഷിനെ പുറത്തെടുത്തു. ആ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും തന്നെ തകർന്ന് തരിപ്പണമായി എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഉള്ളത്. നിലവിൽ ഈ ഗർഡറുകളുടെ പണി അത് പുരോഗമിക്കുകയാണ്. അപകടമുണ്ടായ ഒരു മരണം സംഭവിച്ചുവെങ്കിൽ പോലും അത് ഈ നിലവിൽ ഇവിടെ നിന്ന് തകർന്ന ഗർഡറുകളൊക്കെ വീണ്ടും വെൽഡ് ചെയ്ത് അത് പുനഃസ്ഥാപിക്കാനുള്ള ജോലികളാണ് നിലവിൽ നടക്കുന്നത്. അപകട വാർത്ത അറിഞ്ഞ് നിരവധി നാട്ടുകാരടക്കം ഇവിടേക്ക് തടിച്ചു കൂടിയിട്ടുണ്ട്. അവരുടെ പ്രതികരണമെല്ലാം നമ്മൾ കേട്ടതുമാണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തി ഇത് പുനഃസ്ഥാപിക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. നൽകിയത് അരൂരിൽ നടന്ന അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി ആൻമരിയ സണ്ണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു പ്രഭാതമാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വല്ലാത്തൊരു പ്രഭാതമാണ്. അത് രാവിലെ തന്നെ നമ്മൾ കേൾക്കുന്നത് അപകട വാർത്തയാണ്. എസ്കേൻ, ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, കൃത്യമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സുരക്ഷാ വീഴ്ച, അത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള കാര്യം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടല്ല അരൂർ തുറവൂർ ദേശീയപാതയിൽ ഈ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴായിട്ട് ഈ ഗർഡർ അടക്കം താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഈ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടില്ല. നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ ഇതാ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ ഗർഡർ അടക്കമുള്ള വസ്തുക്കൾ താഴേക്ക് വീഴുന്നു, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ സാമഗ്രികളൊക്കെ താഴേക്ക് പതിക്കുന്നതും വഴിയിൽ പോകുന്ന വാഹനങ്ങളുടെ മുകളിലേക്കൊക്കെ പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായിട്ടും ആളുകൾ പ്രതിഷേധവുമായിട്ടൊക്കെ മുന്നോട്ട് വന്നതാണ്. ഈ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ മുതൽ തന്നെയാണ് എങ്കിൽ പോലും ഈ റോഡിലൂടെ സഞ്ചാരയോഗ്യമാകാത്ത രീതിയിലാണ് റോഡ് കിടക്കുന്നത്. പൊടികളുടെയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയടക്കം ഇവിടെ ഈ അയൽവക്കത്ത് താമസിക്കുന്ന ആളുകൾ, ഇതിലെ കടന്നു പോകുന്ന ആളുകൾ, വ്യാപാരികൾ അടക്കമുള്ള ആളുകൾ പലപ്പോഴായിട്ടും പരാതികളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതുമാണ്. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ചെറിയ തരത്തിലുള്ള പണികളാണ് എങ്കിൽ പോലും നടക്കുന്നതെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ ഉണ്ടാകും, വാഹനങ്ങൾ നിയന്ത്രിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകും. ഈ രീതിയിൽ തന്നെയാണ് എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്ന ഓരോ ആളുകളോടും, ഇവിടെയുള്ള നാട്ടുകാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വ്യക്തമാകുന്നതും. അതോടൊപ്പം തന്നെ MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്, MLA യുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇന്നലെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം
കഴിഞ്ഞ തവണയെല്ലാം ഈ ഗർദറുകൾ സ്ഥാപിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷയുണ്ടായിരുന്നു. വാഹനങ്ങൾ നിയന്ത്രിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഗർദറെല്ലാം പുനഃസ്ഥാപിച്ചതിന് ശേഷം, അത് ഉറപ്പുവരുത്തിയതിന് ശേഷം കൃത്യമായിട്ട് സുരക്ഷ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിന് ശേഷം മാത്രമായിരുന്നു വാഹനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നിരുന്നത്. പക്ഷേ ഇന്നലെ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അവിടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുരക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അപകടം, ഒരാളുടെ ജീവൻ പൊലിയുന്ന രീതിയിലേക്ക് അപകടങ്ങൾ പോവുകയുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാം നമ്മൾ വന്ന സമയം മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നിർമ്മാണ സാമഗ്രികളൊക്കെ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല വസ്തുക്കളും നമ്മൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. വാഹനങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ആളുകൾക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്കത് വ്യക്തമാണ്. കാരണം ഈ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇനി യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ബാക്കിയില്ല എങ്കിൽ പോലും അവിടെ ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ അലസ്യമായിട്ട് അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെറിയ കുട്ടികളൊക്കെ ആ വഴി സൈഡിൽ കൂടെ നടന്നു വന്നിട്ടുണ്ട് എങ്കിൽ പലപ്പോഴും കാല് തെറ്റിയൊക്കെ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. നമുക്കവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെയുള്ള ആളുകൾ എടുത്തു പറയുന്നത് കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളില്ല. ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള സൈൻ ബോർഡുകൾ വേണ്ടതാണ്. ആ സൈൻ ബോർഡുകൾ അവിടെ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഒറ്റ ഒരു ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. അപ്പോൾ ഇതിലെ പോകുന്ന വാഹനങ്ങൾക്കാണെങ്കിൽ പോലും നടക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും അവിടെ എടുത്തു പറയേണ്ടത്, അവിടെ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പോലും എൻ്റെ അറിവിൽ അത് 2026 മാർച്ച് അല്ലെങ്കിൽ മെയ് മാസം കമ്മീഷൻ ചെയ്യേണ്ടതാണ് അരൂർ തുറവ ദേശീയപാത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തോടുകൂടി തന്നെ അതിവേഗത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴായിട്ടും രാത്രിയും പകലും എല്ലാം ഈ ഷിഫ്റ്റ് അനുസരിച്ചൊക്കെയാണ് ഇവിടെ ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയും കൃത്യമായിട്ടുള്ള വെളിച്ചം വേണ്ടതാണ്, സുരക്ഷ വേണ്ടതാണ്. പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും കൃത്യമായിട്ടുള്ളൊരു സുരക്ഷയില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SK MLA പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ കരാറുകാരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം വരണം. ആ വിശദീകരണം വന്നതിന് ശേഷം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് MLA പറഞ്ഞിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.